السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. أما بعد، فعنه قال: سمعت رسول الله صلى الله عليه وسلم يقول: من قذف مملوكه بالزنا يقام عليه يوم القيامة إلا أن يكون كما قال. മുത്തഫഖ് അലൈഹി. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, റിയാദുസ് സാലിഹീനിൽ മുസ്ലിമീങ്ങളായ ആളുകളോട് പ്രത്യേകിച്ചും പാലിക്കേണ്ടുന്ന മര്യാദകൾ, ആ കൂട്ടത്തിൽ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അവൻ ഏതൊക്കെ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതുണ്ട് എന്നുള്ളതെല്ലാം വിശദമായി പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്ന അധ്യായത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ നാവുകൊണ്ടോ കൈകൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റൊരാൾക്കും ഒരു ഉപദ്രവവും ഏൽപ്പിക്കുവാൻ പാടില്ല എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരാളെ ശപിച്ചു പറയുന്നതിൻ്റെ വിധി എല്ലാം, അതേപോലെ തന്നെ ഒരാളിൽ കുഫ്ർ ആരോപിക്കുന്നതിൻ്റെ വിധി, അതുപോലെ തന്നെ പരസ്പരം ചീത്ത പറയുമ്പോൾ സംഭവിക്കുന്ന ഗുരുതരമായ കുറ്റങ്ങൾ, ഇതൊക്കെ ഹദീസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. തുടർന്നുകൊണ്ട് വരുന്ന ഹദീസിൽ കാണുന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെടുന്ന മറ്റൊരു ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്: സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടു. എന്താണ് അവിടുന്ന് പറഞ്ഞത്? മൻ ഖദഫ മംലൂകഹു. ആരെങ്കിലും തൻ്റെ ഉടമസ്ഥതയിലുള്ള തൻ്റെ അടിമയുടെ മേൽ ആരോപണം ഉന്നയിച്ചാൽ, ബിസ്സിന, വ്യഭിചാരാരോപണം കൊണ്ടുവന്നാൽ, യുഖാമു അലൈഹി, അവൻ്റെ മേൽ എടുക്കപ്പെടുന്നതാണ് യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ എന്ന് പറഞ്ഞാൽ കഠിനമായ ശിക്ഷ അവൻ പരലോകത്ത് ഏറ്റുവാങ്ങേണ്ടി വരും. ഇല്ലാ അൻ യകൂന, ആ അടിമ ആയാലല്ലാതെ, കമാ ഖാല, ഈ ഉടമ പറഞ്ഞതുപോലെയാണ് ആ അടിമയിൽ നിന്ന് പ്രവൃത്തി ഉണ്ടായതെങ്കിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ശിക്ഷയിൽ നിന്ന് ഒഴിവാകും യജമാനൻ എന്ന്. ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണിത്. ഈ ഹദീസിലെ വിഷയം എന്താണ് സഹോദരങ്ങളെ? ഖദ്ഫ് ഇസ്ലാം മഹാപാപങ്ങളായിട്ട് എണ്ണിയ കാര്യങ്ങളാണ്. ഒരാളുടെ മേലിലും ദുരാരോപണങ്ങൾ ഉന്നയിക്കുവാൻ പാടില്ല, പ്രത്യേകിച്ച് വ്യഭിചാരാരോപണം. സാധാരണഗതിയിൽ ഖദ്ഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റു പാപങ്ങൾ കൊണ്ടുള്ള ആരോപണത്തേക്കാൾ അപ്പുറം വ്യഭിചാരാരോപണമാണ്. അതാണ് ഇവിടെ പറയുന്നത്. മൻ ഖദഫ മംലൂകഹു, ആരെങ്കിലും തൻ്റെ കീഴിലുള്ളതാണല്ലോ ഇപ്പോൾ അടിമ, ഒരു യജമാനനായ ഒരാൾ ആ കാലഘട്ടത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന കാലഘട്ടത്തിൽ അടിമച്ചന്തകളിൽ നിന്ന് അടിമകളെ വില കൊടുത്ത് വാങ്ങലായിരുന്നല്ലോ അന്നുള്ള സിസ്റ്റം. അതേപോലെ തന്നെ അടിമകളെ വാങ്ങുകയും വിൽക്കുകയും അവരുടേതായ ജോലികൾ അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ അവരോട് ഏറ്റവും മാന്യമായി പെരുമാറണം. അതുപോലെ തന്നെ അവരോടും നിങ്ങളുടേതായ ജീവിതത്തിൽ കൃത്യമായ നിങ്ങളുടെ ബാധ്യതകൾ നിങ്ങൾ നിറവേറ്റണം. ഇല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾ പരലോക കോടതിയിൽ ചോദിക്കപ്പെടുന്ന വിഷയങ്ങളാണ് എന്നൊക്കെ ഇസ്ലാമിന് വളരെയേറെ പ്രാധാന്യപൂർവമുള്ള അഖ്ലാഖുകൾ, സംസ്കാരങ്ങൾ, മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ കീഴിലുള്ള അടിമയാണ് എന്ന നിലക്ക് ആ അടിമയെക്കൊണ്ട് ആ അടിമയ്ക്ക് സാധ്യമാകാത്ത വിധത്തിൽ ജോലി ചെയ്യിപ്പിക്കുക, വഹിക്കാനാവാത്ത ഭാരം വഹിപ്പിക്കുക, അനീതി കാണിക്കുക, അതുപോലെ തന്നെ
അന്യായമായി അടിക്കുകയും പ്രഹരിക്കുകയും ഒക്കെ ചെയ്യുക, ഇതൊക്കെ ഗുരുതരമായ പാതകമായിട്ട് പറഞ്ഞു എന്ന് മാത്രമല്ല, അവരോട് ഏറ്റവും നല്ല നിലക്ക് വർത്തിച്ചാലുള്ള പുണ്യവും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അടിമ സമ്പ്രദായത്തെ, അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അടിമകളോട് കാണിച്ചിരുന്ന ക്രൂരമായ സ്വഭാവത്തെ പതുക്കെ പതുക്കെ ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലാതെയാക്കി അവരുടെയും ജീവിതത്തിലെ അവകാശങ്ങൾ വെച്ചു കൊടുക്കുവാൻ വേണ്ടി വളരെയേറെ പ്രയത്നിക്കുകയാണ് ഇസ്ലാം ചെയ്തത്. ആ കാലഘട്ടത്തിൽ അത് എല്ലായിടത്തും അടിമച്ചന്തകൾ നടമാടി വളരെയേറെ അവരെ ദ്രോഹിച്ചിരുന്ന, പീഡിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എന്നിട്ട് പോലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വരവോടുകൂടിയാണ് അടിമകൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് അവകാശങ്ങൾ വീണ്ടു കിട്ടിയത്. അവർ തയ്യാറാക്കുന്ന ഭക്ഷണം, അവരുടെ പുകയും കരിയുമേറ്റ് തയ്യാറാക്കപ്പെടുന്ന ഭക്ഷണം അവർക്ക് കൊടുക്കാതെ നിങ്ങൾ കഴിക്കുന്നത് പോലും കുറ്റകരമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അവരോട് വർത്തിക്കേണ്ടുന്ന രീതികൾ പഠിപ്പിച്ചു. പൊതിരെ തല്ലുന്ന യജമാനനെ വിളിച്ചുകൊണ്ട് ഗൗരവത്തോടുകൂടെ താക്കീത് ചെയ്തു. അങ്ങനെ ആ വിഷയം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആ മേഖലയിൽ ഇസ്ലാമിൻ്റെതായ നല്ല നല്ല സ്വഭാവ മൂല്യങ്ങൾ പറഞ്ഞ് നിലനിന്നിരുന്ന ഒരു അടിമ സമ്പ്രദായം പെട്ടെന്ന് നീക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ അവരിൽ ഒരുപാട് അനുകമ്പയുടെ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതലായി പ്രവേശിക്കുകയല്ല. അതോടൊപ്പം നിങ്ങൾ നോക്കൂ, ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ സമൂഹത്തിലുണ്ടാകുന്ന അടിമകൾ മോചിപ്പിക്കപ്പെടൽ, അടിമകളെ വില കൊടുത്ത് വാങ്ങൽ, അതൊക്കെ വലിയ പുണ്യകർമ്മമായിട്ട് പറഞ്ഞു. ഒരടിമയെ ആരെങ്കിലും പറഞ്ഞ വില കൊടുത്ത് വാങ്ങി മോചിപ്പിക്കുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പുണ്യത്തിന് കയ്യും കണക്കുമില്ല എന്ന് ഇസ്ലാം പറഞ്ഞു. അതോടൊപ്പം മനുഷ്യരിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇബാദത്തുകളിൽ, അതുപോലെ അവൻ്റെ അടുക്കൽ നിന്ന് സംഭവിക്കുന്ന കയ്യബദ്ധങ്ങളിൽ, അങ്ങനെയുള്ള പല വിഷയങ്ങളിലും ഇസ്ലാം എന്തു ചെയ്തു? ആ കുറ്റങ്ങൾക്കുള്ള പ്രായശ്ചിത്തം എന്ന നിലക്ക് അടിമയെ മോചിപ്പിക്കുക എന്ന പ്രത്യേകമായ പരിഹാരം പോലും വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും നിരവധി ഇടങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ അവരോട് ക്രൂരത മാത്രം കാണിച്ചിരുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ആ സമൂഹത്തിന് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ ലഭിക്കുമാറ് അതിന് വേണ്ടിയുള്ള പ്രത്യേകമായ ഒട്ടേറെ നിയമങ്ങൾ ഇസ്ലാം ആവിഷ്കരിക്കുകയുണ്ടായി. ആ കൂട്ടത്തിൽ ഒന്നാണ്, നോക്കൂ നിങ്ങൾ, വെറുതെ ആരോപണങ്ങൾ പറയുക. തൻ്റെ കീഴിലുള്ള അടിമയാണ് എന്ന നിലക്ക് രാജാവ് എന്തും പറയുക. വ്യഭിചാരിയാണ് എന്ന് പറയുക, നീ വ്യഭിചരിക്കുന്നവളാണ് അല്ലെങ്കിൽ വ്യഭിചരിക്കുന്നവനാണ് എന്ന് പറയുക. ഒരടിസ്ഥാനമില്ലാതെ അങ്ങനെ പറയുന്നത് ഗുരുതരമായ പാതകമായിട്ട് പഠിപ്പിച്ചിരിക്കുകയാണ്. നോക്കൂ, അതാണിപ്പോൾ നമ്മൾ കേൾക്കുന്ന ഹദീസിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? മൻ ഖദഫ മംലൂകഹു ബിസ്സിന, ആരെങ്കിലും തൻ്റെ കീഴിലുള്ള അടിമയുടെ മേൽ വ്യഭിചാരാരോപണം ഉന്നയിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇജ്തനിബുസ് സബഅൽ മൂബിഖാത്ത്, നിങ്ങളുടെ നന്മകളെ മുഴുവൻ തകർത്ത് കളയുന്ന വിധത്തിലുള്ള പാപങ്ങളെ നിങ്ങൾ വർജിക്കുവീൻ. മുസ്ലിമീങ്ങളായ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം സബഉൽ മൂബിഖാത്ത് എന്നൊരു പ്രയോഗം. 7 മഹാപാപങ്ങൾ, അവിടെ കർമ്മങ്ങളെയൊക്കെ നശിപ്പിച്ചു കളയുന്ന വിധത്തിലുള്ള ഗുരുതരമായ പാപങ്ങളാണത്. അത്രത്തോളം വൻ കുറ്റവും വൻ ശിക്ഷ പറയപ്പെട്ടിട്ടുള്ള പാപങ്ങളാണത്. ഒന്നെണ്ണിയത് അശ്ശിർക്ക്, ഷിർക്കാണ്. അങ്ങനെയുള്ള പാപങ്ങളൊക്കെ എണ്ണി അതിൽ കൂട്ടത്തിൽ കാണാം ഖദ്ഫിനെ കുറിച്ച്, സത്യവിശ്വാസിനികളായ സ്ത്രീകളെക്കുറിച്ച്, നിരപരാധികളായ ആളുകളെക്കുറിച്ച് വ്യഭിചാരാരോപണം പറയുക എന്നുള്ളത് ഗുരുതരമായ പാതകമായി ഇസ്ലാം നിശ്ചയിച്ചു. അഭിമാനബോധം എല്ലാവർക്കുമുണ്ട്. അത് അടിമയാണെങ്കിലും ഉടമയാണെങ്കിലും അഭിമാനം എന്നുള്ളത് എല്ലാവരുടേതും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് അഭിമാനത്തിന് വിലയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. വിശുദ്ധ കഅബാലയം പോലെ, മക്കാരാജ്യം പോലെ പവിത്രമാണ് മനുഷ്യന്റെ രക്തം, ധനം, അഭിമാനം എന്നൊക്കെ. അതിനെ ക്ഷതപ്പെടുത്തുന്നത് തൻ്റെ കീഴിലുള്ള ഒരു പണിക്കാരനാണ് അല്ലെങ്കിൽ ഒരു താഴ്ന്ന മനുഷ്യനാണ് എന്നൊക്കെ ആളുകൾ കാണുന്ന ആളെക്കുറിച്ച് പോലും പറയാൻ പാടില്ല എന്നാണ്. നോക്കൂ, നിങ്ങൾ ഇവിടെ പറഞ്ഞ വില കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതായിരുന്നു ആ കാലഘട്ടത്തിലുള്ള അടിമച്ചന്തകളിൽ വിൽക്കപ്പെടുന്ന അടിമകൾ. ആ അടിമകളോട് പോലും നിങ്ങൾ അവരുടെ അഭിമാനവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഗൗരവത്തോടെ യജമാനന്മാരായ ഉടമകളോട് പറഞ്ഞു, മൻ ഖദഫ മംലൂകഹു ബിസ്സിന,
തൻ്റെ കീഴിലുള്ള അടിമയെക്കുറിച്ച് പോലും ആരെങ്കിലും വ്യഭിചാരാരോപണം ഉന്നയിച്ചാൽ യുഖാമു അലൈഹി യൗമൽ ഖിയാമ, പരലോകത്ത് അവന്റെ മേൽ അതികഠിനമായ ഹദ് നടപ്പിൽ വരുത്തപ്പെടും. നമ്മൾ മനസ്സിലാക്കണം. അതേ അവസരത്തിൽ ഇല്ലാ അൻ യകൂന കമാ ഖാല, ഉടമ പറഞ്ഞതുപോലെ തന്നെയാണ് വിഷയം എന്നുണ്ടെങ്കിൽ അയാൾ ശിക്ഷയിൽ നിന്ന് ഒഴിവാകും. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ അള്ളാഹു കൃത്യമായി വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞില്ലേ, ഒരാള് മറ്റൊരാളെ കുറിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞാൽ ആ ആരോപണം തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചവന്റെ പുറത്ത് 80 അടി വീഴും. അവൻ ഫാസിഖായി മുദ്രകുത്തപ്പെടും. അവൻ സാക്ഷ്യത്തിന് പോലും പിന്നെ പറ്റാത്തവനായി സമൂഹത്തിലെ 2ാം കിട മെമ്പറായി മാറും. എന്തേ കാരണം? അവൻ മറ്റൊരാളുടെ ഈ നിലക്കുള്ള അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന രൂപത്തിൽ വ്യഭിചാരാരോപണം പറഞ്ഞതാണ് കാരണം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി സൂറത്തുൻ നൂറിലൂടെ പഠിപ്പിച്ചൊരു കാര്യമാണത്. വല്ലദീന യർമൂനൽ മുഹ്സനാതി സുമ്മ ലം യഅ്തൂ ബിഅർബഅതി ശുഹദാഅ ഫജ്ലിദൂഹും 80 ജൽദതൻ. സൂറത്തുൻ നൂറിലെ 4-ാമത്തെ സൂക്തത്തിൽ കാണാം, വല്ലദീന യർമൂനൽ മുഹ്സനാതി, പതിവ്രതകളായ സ്ത്രീകളെ സംബന്ധിച്ച്, സ്വതന്ത്രകളും പതിവ്രതകളുമായ സ്ത്രീകളെ സംബന്ധിച്ച് വ്യഭിചാരാരോപണം ഉന്നയിക്കുന്നവർ, സുമ്മലം യഅ്തൂ, പിന്നീട് അവർ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചില്ല. ഈ ഉന്നയിച്ച ആളുകൾ വ്യഭിചാരാരോപണം, ഒരാളെക്കുറിച്ച് അയാൾ വ്യഭിചാരിയാണ്, അല്ലെങ്കിൽ വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടു, അല്ലെങ്കിൽ അയാൾ വ്യഭിചാരം ചെയ്തിട്ടുണ്ട് എന്നൊരാണിനെ പറ്റിയോ ഒരു പെണ്ണിനെ പറ്റിയോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാള് അയാളുടെ കടമയാണ് പിന്നെ അത് തെളിയിക്കണം. തെളിവില്ലെങ്കിൽ അത് പറയാൻ പാടില്ല. എങ്ങനെ തെളിയിക്കണം എന്നാണ്? നിങ്ങൾ നോക്കൂ, അയാൾ കണ്ടിട്ട് പോലും കാര്യമില്ല. അയാളൊരു കാര്യം കണ്ടു, മിണ്ടാതിരിക്കണം എന്നാണ്. അയാൾ കണ്ടിട്ട് എന്ത് കാര്യം? അയാൾ കണ്ടു എന്നുള്ളത് ഇസ്ലാമിൽ ഹദ് നടപ്പിലാക്കാനുള്ള തെളിവല്ല. അതുകൊണ്ട് മറ്റൊരാളുടെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മുമ്പിലല്ല, അതിന് ഉത്തരവാദപ്പെട്ട ആളുകളുടെ മുമ്പിൽ, ശിക്ഷ നടപ്പാക്കുന്ന ആളുകളുടെ മുമ്പിൽ പരാതിപ്പെടണമെങ്കിൽ പോലും ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ അത് തെളിയിക്കണം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സുമ്മലം യഅ്തൂ, പിന്നീട് അയാൾ കൊണ്ടുവന്നില്ല. അങ്ങനെ ആരോപണം അവിടെ ഉന്നയിച്ചു. ബി അർബഅത്തി ശുഹദ, 4 സാക്ഷി വേണമെന്നാണ്. 4 സാക്ഷി കാണുകയാണ് ഇയാൾ. 4 സാക്ഷികൾ പറയണം. ഇയാൾ മാത്രം പോരാ, 4 സാക്ഷികളെ അയാൾ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരാൻ ഒരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിലോ, കൊണ്ടുവരാൻ മാത്രമല്ല, എപ്രകാരമുള്ള സാക്ഷികളായിരിക്കണം? അർബഅത്തു റിജാലിൻ അദൂൽ, അതായത് 4 നീതിമാന്മാരായ പുരുഷന്മാരെ കൊണ്ടുവരണം. എന്തിന്? ബി അന്നഹു സന, ഈ വ്യക്തി വ്യഭിചരിച്ചിട്ടുണ്ട് എന്നാ 4 ആളും ഒരുപോലെ പറയണം. 3 ആള് കണ്ടിട്ടുണ്ട് ഇത് കൂട്ടിക്കോ, അല്ലെ 2 ആള് കണ്ടിട്ടുണ്ട് ഇത് കൂട്ടിക്കോ. 3-ാമത്തെ ആളെ തെളിവിന് കിട്ടുന്നില്ല, 4-ാമനെ തെളിവിന് കിട്ടുന്നില്ല. മിണ്ടാൻ പാടില്ല, ഞാൻ പറയാൻ പാടില്ല, ഞാൻ ഒരാളുടെ മുമ്പിൽ അത് പറയാൻ പാടില്ല. കണ്ടോ? അപ്പൊ അതാണ് ഖുർആൻ അത്രയും ആ വിഷയത്തിൽ ഒരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്നതിനെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇപ്പൊ 4 ആള് കാണുക, എന്നിട്ട് അവരൊക്കെ പറയണെന്താ? യുസരിഹൂന, ഈ 4 സാക്ഷികളും വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇസ്ലാം ഇങ്ങനെ എവിടെയെങ്കിലും വ്യഭിചരിച്ചിട്ടുണ്ടോ അവന്റെ തലവെട്ടാൻ നടക്കുക, അല്ലെങ്കിൽ എറിഞ്ഞു കൊല്ലാൻ നടക്കല്ല, അല്ലെങ്കിൽ അടിക്കാൻ നടക്കല്ല. കേട്ടീമ ഊഹത്തിന്റെ പേരിലൊന്നുമല്ല ഇസ്ലാമിൽ ശിക്ഷ നടപ്പിലാക്കുന്നത്. അതിനൊക്കെ ഒരുപാട് കടമ്പകൾ കിടക്കണം. ഇതുണ്ടോ ഇസ്ലാം വിമർശകർ അറിയുന്നു? ഇതുണ്ടോ ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങളൊക്കെ കാടത്തമാണ് എന്ന് പറയുന്നവരറിയുന്നു? വ്യഭിചരിച്ചു എന്ന് എവിടുന്നെങ്കിലും ആരെങ്കിലും പറയണേക്കുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു പോലീസുകാരൻ പിടിച്ചു കൊണ്ടുവന്ന് തലവെട്ടലാണ്, അല്ലെങ്കിൽ മരുഭൂമിയിൽ നിർത്തിയിട്ട് മരണം വരെ എറിഞ്ഞു കൊല്ലലാണ്, അല്ലെങ്കിൽ അവിടെ അടിച്ച് 100 അടി അടിക്കലാണ് എന്നൊക്കെയാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയൊന്നുമല്ല. വ്യഭിചാരത്തെക്കുറിച്ച് ഒരാൾ മറ്റൊരാളുടെ കംപ്ലൈൻറ്റ് പറഞ്ഞോ, ആ ആള് സാക്ഷി കൊണ്ടുവരണം, ആ പറഞ്ഞത് സത്യമാണ് എന്നുള്ളതിന്. ഒരാളെ പോലെ ഇനി ആ നിയമം നടപ്പിലാക്കാൻ ഉത്തരവാദപ്പെട്ട ഒരു രാജ്യത്തിന്റെ ഖാളി കണ്ടു എന്ന് തന്നെ വിചാരിക്കുക, പച്ചയായ അയാൾ കണ്ടു, അയാൾക്ക് ശിക്ഷ നടപ്പിലാക്കാൻ പറ്റുമോ? അയാളെ കൊണ്ട് ശിക്ഷ വിധിക്കാൻ പറ്റുമോ? പറ്റൂല. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വ്യഭിചരിച്ച ആള് വ്യക്തമായി സമ്മതിക്കണം, ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നു. അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് നടന്ന സംഭവങ്ങൾ അങ്ങനെയാണ്. ഞാൻ ആ ചരിത്രങ്ങളിലേക്ക് പോകുന്നില്ല. മഹാനായ മാഇസ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി സ്വയം ശിക്ഷ ഏറ്റുവാങ്ങാൻ വേണ്ടി പ്രവാചകന്റെ മുമ്പിൽ നിരന്തരം വന്ന് തുറന്നു പറഞ്ഞതാ.
അതുപോലെ തന്നെ ഗാമിദിയ ഗോത്രക്കാരിയായ ഒരു സഹോദരി സഹാബ വനിത, അവരും സ്വയം വന്ന് ഏറ്റു പറഞ്ഞതാ. അള്ളാന്റെ റസൂല് ഒഴിവാക്കാൻ ഒരുപാട് നോക്കിയതാണ്. എനിക്ക് തോന്നിയതാകും, നീ ചിലപ്പോൾ ചുംബിച്ചതാകും, വെറുതെ കെട്ടിപ്പിടിച്ചതാകും, നീ പോയി ഇവിടുന്ന്, നീ മദ്യപിച്ചിട്ട് പറയായിരിക്കും എന്നൊക്കെ പറഞ്ഞു നോക്കിയില്ല. അവരത് കൃത്യമായി പറയുകയാണ്. അങ്ങനെയാണ് ആ ശിക്ഷ നടപ്പിലാക്കിയത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പുതുതലമുറ ആളുകൾ ഇതൊന്നും അറിയുന്നില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇവിടെ അങ്ങനെ 4 ആള് കാണുക, അവര് 4 ആളും പറയണത് ബിദിക്രി ഹഖീഖത്തിൽ വത്ഇ, കൃത്യമായിട്ട് അവര് അത് ചെയ്തിട്ടുണ്ട്, വ്യഭിചാരം നടത്തിയിട്ടുണ്ട് എന്ന് അവര് കൃത്യമായിട്ട് വന്ന് പറഞ്ഞാലേ എന്താവുള്ളൂ, ആ ശിക്ഷ അവിടെ നടപ്പിലാക്കപ്പെടുള്ളൂ. അതിൽ തന്നെ ഒരു അടിമയാണെങ്കിലോ ആ അടിമയെക്കുറിച്ചാണ് അങ്ങനെ തെളിയിക്കപ്പെട്ടതെങ്കിൽ പോലും ഒരു സ്വതന്ത്രനായ വ്യക്തിക്ക് കിട്ടുന്ന അത്ര ശിക്ഷ ഒരു അടിമക്ക് കിട്ടുന്നില്ല. കാരണം അടിമക്ക് അടിമയുടേതായ കുറേ സ്വാതന്ത്ര്യക്കമ്മികളുണ്ട്. അടിമക്ക് അടിമയുടേതായ കുറേ മേഖലകളിൽ സ്വതന്ത്രന്മാരായ ആളുകളെപ്പോലെ അവർക്കത്ര സ്വാതന്ത്ര്യമില്ല. പലതിനും ഒതുങ്ങിക്കൊടുത്തും കീഴൊതുങ്ങൊക്കെ ചെയ്യേണ്ടിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അത്ര പോലും യഥാർത്ഥത്തിലുള്ള സ്വതന്ത്രന്മാരായ ആളുകളും സ്ത്രീ പുരുഷന്മാരും അടിമകളായ സ്ത്രീ പുരുഷന്മാരും തമ്മിൽ നിയമങ്ങൾ പറഞ്ഞപ്പോൾ പോലും ഇസ്ലാം വേർതിരിച്ചു പറഞ്ഞു. ഒരു സ്വതന്ത്രനായ വ്യക്തിയാണ് വ്യഭിചരിച്ചതെങ്കിൽ അയാൾക്ക് 100 അടിയാണ് കൊടുക്കുന്നതെങ്കിൽ, ഒരടിമയാണ് വ്യഭിചരിച്ചിട്ടുള്ളതെങ്കിൽ ആ അടിമക്ക് ശിക്ഷ കൊടുക്കുന്നത് നിസ്ഫു മാ അലൽ മുഹ്സനാത്തി മിനൽ അദാബി എന്നാണ് ഖുർആൻ പറയുന്നത്. പകുതി ശിക്ഷയെ കൊടുക്കൂ, 50 അടിയേ കൊടുക്കുള്ളൂ. അത് കാരണം അത് അടിമയാണ്. അടിമക്ക് അടിമയുടേതായ മേഖലകളിൽ ഒരുപാട് അസ്വാതന്ത്ര്യങ്ങളുണ്ട്, സ്വാതന്ത്ര്യമില്ലായ്മകളുണ്ട്, പ്രയാസപ്പെടുത്തലുകളുണ്ട്, പീഡനങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇസ്ലാം അവിടെ നോക്കൂ നിങ്ങൾ. അപ്പോ ഇത്രത്തോളം ഗുരുതരമായ ഗൗരവമായ മേഖലയായിട്ടാണ് മനുഷ്യരുടെ അഭിമാനത്തെ ഇസ്ലാം കണ്ടിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ തെളിഞ്ഞാലേ ശിക്ഷ നടപ്പിലാക്കുള്ളൂ. 100 അടി അടിക്കലാവട്ടെ, വിവാഹിതനാണെങ്കിൽ മരണം വരെ എറിഞ്ഞു കൊല്ലലാണ്. അല്ലാത്ത അവിവാഹിതനാണെങ്കിലോ 100 അടി അടിക്കലും നാടുകടത്തലുമാണ്. അതിലൊക്കെ അടിമകളെ സംബന്ധിച്ചിടത്തോളം ഇളവാണ്. അവർക്ക് അവരുടേതായ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെയുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ വിശദ തലങ്ങളിലേക്ക് കടക്കുന്നില്ല, സൂചനകൾ കൊണ്ട് മതിയാക്കുകയാണ്. ചുരുക്കത്തിൽ ഇസ്ലാം ഒരാളെ വ്യഭിചാരത്തെക്കുറിച്ച്, വ്യഭിചാരിയാണ് ആരോപണം പറയുന്നത്, പരലോകത്ത് ഇവിടുന്ന് തന്നെ ശിക്ഷ, പരലോകത്ത് വളരെ ഗുരുതരമായ ശിക്ഷയാണെന്നാണ്. അള്ളാഹു വളരെ ഗൗരവത്തോടെ അത് ഉടമകളോട്, അന്നത്തെ അടിമകളെ പോറ്റിയിരുന്ന നിയന്ത്രിച്ചിരുന്ന ഉടമകളോട് പോലും പറയാണ്, അതികഠിനമായ ശിക്ഷ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഇല്ലാൻ യകൂന കമാ ഖാല, ഇനി പറഞ്ഞതുപോലെ ആണെങ്കിൽ പരലോകത്ത് ശിക്ഷ ഉണ്ടാവില്ല. അങ്ങനെ തന്നെയാണ്. അടിമ അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ രക്ഷപ്പെടും. അതല്ലാതെ വെറുതെ ഉണ്ടല്ലോ, എന്തെങ്കിലും ദേഷ്യം പിടിക്കുമ്പോഴേക്ക് ഈ വ്യഭിചാരിയാണ് അല്ലെങ്കിൽ വ്യഭിചാരിണിയാണ് എന്നൊക്കെ പറയുക, അതൊക്കെ പറയുന്നത് വളരെ ഗുരുതരമായ പാപമായിട്ട് ഇസ്ലാം കാണുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ ലക്കും ലഗാനുമില്ലാതെ ആളുകൾ ഇഷ്ടം പോലെ ഫോർവേഡ് ചെയ്യും. ഒരാളെക്കുറിച്ച്, ഒരു പെണ്ണിനെയും ബന്ധപ്പെടുത്തി, ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് കഥകൾ ഒരുപാട് മെനഞ്ഞുണ്ടാക്കി, തുടർക്കഥകൾ ഉണ്ടാക്കി, അതിന്മേൽ പൊടുപ്പും തൊങ്ങലും വെച്ച് കേൾക്കാനും വായിക്കാനും രസകരമാണ് എന്ന നിലക്ക് മീഡിയകൾ മണിക്കൂറുകളോളം ചർച്ച ചെയ്യും. വാട്സപ്പുകളിലൂടെ മെസ്സേജുകൾ ഷെയർ ചെയ്യപ്പെടും. ഫേസ്ബുക്കുകളിലൂടെ അതിൻ്റേതായ വിവരണങ്ങളും അതിൻ്റെ ലൈക്ക്, കമൻറ്റുകളും ഷെയറുകളും ഇഷ്ടം പോലെ നടക്കും. ഇതിൽ ഭാഗവാക്കാകുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. മറ്റൊരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന വിധത്തിൽ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ലൈംഗിക അപവാദ കേസുകൾ ആരുടെ വിഷയത്തിലാണെങ്കിലും ഞാനത് കണ്ടിട്ടുണ്ടോ, 4 സാക്ഷികളെ ഹാജരാക്കാൻ എനിക്ക് പറ്റുമോ, അല്ലാത്തതിൽ മൗനം പാലിക്കണം, മിണ്ടാതിരുന്നോളണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം. ഈ കാലഘട്ടത്തിൽ എത്രത്തോളമാണ് ഇതിനെക്കുറിച്ചൊക്കെ സമൂഹത്തോട് പറയേണ്ടത് എന്ന് ഈ വിശദീകരിക്കേണ്ടതില്ലാത്തത്ര എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ശ്രോതാക്കൾക്കും അറിയില്ലേ. ആളുകൾക്ക് എന്തൊരു ഹരമാണ്, എന്തൊരു രസമാണ്. എത്രായിരം ആളുകളാണ് അത്തരം കാര്യങ്ങൾ കേൾക്കാൻ വിവേഴ്സായിട്ട് വരുന്നത്. എത്രായിരം ലൈക്കുകളാണ്, എത്രായിരം ഷെയറുകളാണ് നടക്കുന്നത്. ഇതൊക്കെ ഈ ലോകത്ത് ഇതിനൊക്കെ വലിയ മാർക്കറ്റൊക്കെ ഉണ്ടായി ആനന്ദവും സന്തോഷവും അല്ലെങ്കിൽ മറ്റൊരാളോടുള്ള പക തീർക്കലും അതിലൊരു ആത്മസംതൃപ്തിയൊക്കെ ദുന്യാവെന്ന് കിട്ടും. പക്ഷേ ആഖിറത്തിൽ
കഠോരമായ ശിക്ഷയുണ്ടാകും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് സ്വഭാവ സംസ്കരണ മേഖലയിൽ നമ്മളായിട്ടൊരാളെക്കുറിച്ചും ലൈംഗിക അപവാദം നമ്മൾ പറയരുത്. അത്തരം കേസുകൾ കേട്ടാൽ മൗനം പാലിക്കുക. അത് മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്ത് ഫോർവേഡ് ചെയ്ത് ഒരാളെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന അങ്ങനെ വല്ലതും ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ തന്നെ നമ്മളത് പ്രചരിപ്പിച്ചതും വിട്ടതും എഴുതിയതും പറഞ്ഞതും ഒക്കെ അവിടെ ബാക്കിയുണ്ടാവും. ആ ചെയ്ത ദുർബല നിമിഷത്തിൽ അതിന് ഇടയായിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ വല്ലാതെ പശ്ചാത്തപിച്ചു മടങ്ങിയിട്ടുണ്ടാകും. നമ്മുടെ വാക്കുകളും നമ്മുടെ തോബയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. എന്തായിരിക്കും അതിൻ്റെയൊക്കെ ഗുരുതരമായ ഭവിഷ്യത്ത് എന്ന് ഓരോരുത്തരും ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം എന്നുകൂടി ഈ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അടുത്ത അധ്യായത്തിൻ്റെ പേരെന്താണ്? ബാബു തഹരീമി സബ്ബിൽ അംവാതി ബിഗൈരി ഹഖ്ഖിൻ വമസ്ലഹത്തിൻ ശർഇയ്യത്തിൻ. ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് മാത്രം ആരും വിചാരിക്കരുത് എന്നാണ്. ബാബു തഹരീമി സബ്ബിൽ അംവാത്. മരണപ്പെട്ടവരെ ചീത്ത പറയലും നിഷിദ്ധമാണ്. മരണപ്പെട്ടവരെ ചീത്ത പറയലും നിഷിദ്ധമാണ്. ബിഗൈരി ഹഖ്ഖിൻ, ഒരു ന്യായവും കൂടാതെ. അപ്പൊ ചില ഘട്ടങ്ങളിൽ മരിച്ചവരെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. അതെന്താന്ന് നമുക്ക് പറയാനുണ്ട്. അപ്പൊ അന്യായമായി മരണപ്പെട്ട ഒരാളെ കുറിച്ച് ചീത്ത പറയൽ അതും ഹറാമാണ്. വമസ്ലഹത്തിൻ ശർഇയ്യത്തിൻ, ശർഇയ്യായ നന്മകൾ ഉണ്ടെങ്കിലുമല്ലാതെ. അതെന്താ? ഇവിടെ ശേഷം തന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തുടർന്നു കൊണ്ട് പറയുന്നുണ്ട് എന്താ ശർഇയ്യായ മസ്ലഹത്തുകൾ. വഹുവ, ശർഇയ്യായ ചില നന്മകളുണ്ട്. അയാളെക്കുറിച്ച് നമ്മൾ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ചില നേട്ടങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയേണ്ടി വരും. ഗീബത്തിന്റെ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കേട്ട ആളുകൾക്ക് ഓർമ്മയുണ്ടാകും. ചില കാര്യങ്ങളിൽ നമുക്ക് ഒരാളെക്കുറിച്ച് ദൂഷിച്ചു പറയേണ്ടി വരും. അയാളിലുള്ള പോരായ്മകൾ പറയേണ്ടി വരും. എന്തിന്? ആ ആളുടെ ഷർറിൽ നിന്ന് ആളുകൾ രക്ഷപ്പെടാൻ. അത് ജീവിച്ചിരിക്കുന്ന ആളുകൾ മാത്രമല്ല, മരണപ്പെട്ടു പോയ ആളുകളുണ്ടാകും. അയാൾ എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ, അയാൾ സംസാരിച്ച സംസാരങ്ങൾ, അയാളുടേതായ പ്രവർത്തനങ്ങൾ കാരണം കുടുങ്ങിപ്പോകാൻ ഒരുപാട് ആളുകൾ സാധ്യതയുണ്ടെങ്കിൽ ആ ആളുകളെ കുറിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ മുന്നറിയിപ്പ് പറയേണ്ടി വരും. അവരെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. അതാണ് ന്യായമുണ്ടെങ്കിലും ശർഇയ്യായ നന്മകളുണ്ടെങ്കിലും. അല്ലാതെ അതൊന്നുമില്ലാതെ മരിച്ചവരെ കുറിച്ച് അങ്ങനെ ഇരുന്ന് കുറ്റം പറയുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്തതാണ്. അപ്പൊ ശർഇയ്യായ മസ്ലഹത്ത്, ശർഇയ്യായ മതപരമായ അതിൽ ചില നന്മകളുണ്ട് എന്നുള്ളയിടത്ത് പറയാം. ഏതുപോലെ? വഹുവ, അത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നമ്മൾ ശ്രദ്ധിക്കുക. അത്തഹ്ദീറു, എന്താണ് ശർഇയ്യായ മസ്ലഹത്ത്? വഹുവ തഹ്ദീറു, മുന്നറിയിപ്പ് നൽകാൻ, ജനങ്ങൾക്ക് വാണിംഗ് നൽകാൻ. ജനങ്ങളെ പേടിക്കണം, അവരെ കൃത്യമായിട്ട് അവരെ ബോധവൽക്കരിക്കാൻ. എന്തിന്? മിനൽ ഇഖ്തിദാഇ ബിഹി, ആ മരിച്ചുപോയ മനുഷ്യനെ ആളുകൾ പിന്തുടരുകയാണ്. ഇവിടെ അയാൾ മരിച്ചുപോയി, ഒരാളുണ്ടാക്കിയ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരുപാട് ബിദ്അത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട്, ശിർക്കും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിച്ചിട്ടുണ്ട്, അത് എഴുതി വിട്ടിട്ടുണ്ട്, അത് സംസാരിച്ചിട്ടുണ്ട്, പലതുമുണ്ട്. അയാൾ മരിച്ചുപോയി, പിന്നെ അയാളങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. ഏതിൽ? ഫീ ബിദ്അത്തിഹി, ആ മനുഷ്യൻ ഇവിടെ നടപ്പിൽ വരുത്തിയ ബിദ്അത്തുകളിൽ, പുതിയ സമ്പ്രദായങ്ങളിൽ, പുതിയ വിശ്വാസങ്ങൾ, പുത്തൻ വിശ്വാസങ്ങൾ, പുത്തൻ ആചാരങ്ങൾ, പുത്തൻ നടപടിക്രമങ്ങൾ, അതൊക്കെ ഇവിടെ ആ നിലക്ക് വാരി വിതറിയിട്ടാണ് അയാൾ പോയിട്ടുള്ളത്. അങ്ങനെയുള്ള ആൾ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഈ സമൂഹത്തോട് അയാളെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അത് കൊടുക്കണം. അയാളുടെ ബിദ്അത്തിനെ ആളുകൾ തുടരാതിരിക്കാനാണ്. വഫിസ്ഖിഹി, അയാളുടെ ദുർനടപ്പുകളെയും. ഇനി ബിദ്അത്തൊന്നുമല്ല, ഒരാൾ ഫാസിഖാണ്, തെമ്മാടി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ തെമ്മാടി പ്രവർത്തനങ്ങൾ ചെയ്തോനെ കുറിച്ച് അയാളെക്കുറിച്ച് ഇങ്ങനെ പറയലല്ല, മറിച്ച് അയാൾ പരസ്യമായി ചെയ്ത് അയാൾക്ക് കുറേ ഫോളോവേഴ്സ് ഉണ്ട്, അയാൾക്ക് കുറേ അനുയായികളുണ്ട്, ഇപ്പോഴും അയാളെ ഭയങ്കര കാര്യമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട് എങ്കിൽ അത്തരം ആളുകളെ ബോധവൽക്കരിക്കാൻ ഒരു വിഷയങ്ങൾ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. വനഹ്വിദാലിക, അതേപോലെയുള്ള ശർഇയ്യായ മസ്ലഹത്തുകൾ സമൂഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരുമ്പോൾ നമുക്ക് അവരെക്കുറിച്ച്, മരിച്ചുപോയവരെ കുറിച്ചും പറയാൻ സാധിക്കും. വഫീഹിൽ ആയത്തു, ആ വിഷയത്തിൽ ആയത്തുകൾ തന്നെയുണ്ട്. വൽ അഹാദീസുസ് സാബിഖ, മുമ്പുള്ള കുറേ ഹദീസുകളും ആയത്തും ഹദീസൊക്കെ ആ വിഷയത്തിൽ മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതിൽ? ഗീബത്തിന്റെ അധ്യായത്തിലൊക്കെ നമ്മൾ പഠിച്ചതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല.
ഫിൽ ബാബി ഖബ്ലഹു, മുമ്പുള്ള അധ്യായങ്ങളിലൊക്കെ, മുമ്പുള്ള അധ്യായത്തിൽ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മൊത്തത്തിൽ ഇപ്പം നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ഇന്നും പേരെടുത്ത് നമ്മൾ പറയാണ്. ന്യായമുള്ളത് കൊണ്ടാണ് ഇപ്പോഴും പേരെടുത്ത് നമ്മൾ പറയുന്നത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. കണ്ടോ, അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ. എന്തേ പറയാൻ കാരണം? അവൻ അള്ളാഹിനെ തെറി പറഞ്ഞവനാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ, അള്ളാഹിനെ നേർക്ക് നേരവും തെറി അറിഞ്ഞില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് അവൻ പറഞ്ഞത്, തബ്ബൻ ലക്, നിനക്ക് നാശം മുഹമ്മദേ എന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കാനിവാസികളെ, കൂട്ടുകുടുംബങ്ങളെയൊക്കെ സഫാ കുന്നിൻ്റെ മുകളിലേക്ക് വിളിച്ചു വരുത്തി ഇസ്ലാമിനെക്കുറിച്ച് പരിചയപ്പെടുത്തി അവരുടെ പരലോക ജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ ആവശ്യമായ മുന്നറിയിപ്പുകൾ കൊടുത്തപ്പോൾ ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞതാണ്, തബ്ബൻ ലക സായിറൽ യൗം, എല്ലാ കാലത്തും നിനക്ക് നാശമുണ്ടാകട്ടെ മുഹമ്മദേ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുഖത്തു നോക്കി പ്രവാചക നിന്ദയുടെ ഉദ്ഘാടനം നിർവഹിച്ചവനായ അബൂലഹബ്, അവനെ പറയാനും അവൻ്റെ ദോഷവശങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമ്മൾ ആ ആയത്തോതുമ്പോഴും ഉണ്ട്. ആ ആയത്തോതുമ്പോഴും നമുക്ക് ഒരക്ഷരത്തിന് 10 പുണ്യുണ്ട്. അവിടെ മരിച്ചുപോയ ആളല്ലേ, മരിച്ചുപോയവരെ കുറിച്ച് പറയാൻ പാടില്ല നിങ്ങൾ പറയും ചെയ്യുക. ഒരു ഭാഗത്ത് നിങ്ങൾ ഖുർആനിൽ തന്നെ അബൂലഹബിനെ ചീത്ത പറയുന്നില്ലേ, അവൻ ഉപകരിച്ചില്ല, അവൻ നരകത്തിലാണ്, അവിടെ അവൻ്റെ ഭാര്യയും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയുന്നില്ലേ. അപ്പം അതെങ്ങനെ ശരിയാവുക എന്ന് ഡൗട്ട് വരണ്ട. അതിനാണ് ഇസ്ലാം പറഞ്ഞത്, എന്ത്? ബിഗൈരി ഹഖിൻ, ന്യായമുണ്ടെങ്കിലല്ലാതെ അന്യായമായി പറയരുത്. ലോകത്ത് എത്രയോ ആളുകൾ, അവിശ്വാസികൾ മരിച്ചു പോയിട്ടില്ലേ? എല്ലാവരെ കുറിച്ച് നമ്മളിങ്ങനെ പറയുന്നുണ്ടോ? എത്ര കോടിക്കണക്കിന് ആളുകൾ അവിശ്വാസികൾ ലോകത്ത് മരിച്ചുപോയി. അവരൊക്കെ അവിശ്വാസികളായി എന്നുള്ളത് കൊണ്ട് ഖുർആനിലും ഹദീസിലൊക്കെ അങ്ങനെ അവരെക്കുറിച്ച് മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല. മറിച്ച് ആരൊക്കെ ഇസ്ലാമിന് കഠിനമായ ദ്രോഹം ചെയ്തുവോ, ഉപദ്രവങ്ങൾ ഉണ്ടാക്കിയോ, ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കുമെതിരെ പോരാടി ജീവിതം നയിച്ച് ഒരുപാട് നിരപരാധികളായ ആളുകളെ, മുസ്ലിമീങ്ങളെ കൊന്നുകളഞ്ഞ് അവരുടെ സമ്പത്ത് കൊള്ളയടിച്ച്, അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കുരുതുക്കി കൊടുത്ത് എന്തെല്ലാം ഭീകര പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകളുണ്ടാകും. അവർക്ക് എന്നിട്ടൊരു പാർട്ടിയും സംഘടനയൊക്കെ ആയിട്ട് അവർ നടക്കുമ്പോൾ അവരെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കേണ്ടി വരും. പലതിൻ്റെയും ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഗൗരവത്തോടുകൂടെ പറയേണ്ടി വരും. അതൊക്കെ ആ ന്യായപ്രകാരമാണ്, അതല്ലാത്ത നിലക്കല്ല. അതേപോലെ ചില ആളുകൾ സമൂഹത്തിൽ ബിദ്അത്തുകൾ പ്രചരിപ്പിച്ചവർ മരിച്ചു പോയിട്ടുണ്ടാകും. എന്താ ബിദ്അത്ത് എന്നുള്ളത് ഇസ്ലാമിന് കൃത്യമായ ഡെഫിനിഷനും നിയമങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഒരു കൂട്ടരമേൽ ബിദ്അത്ത് ആരോപിക്കല്ല. എന്താണ് അവർ ചെയ്യുന്ന ബിദ്അത്ത്, എന്താണ് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് ഗൗരവത്തോടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരത്തിൽ ബിദ്അത്തുകളും ശിർക്കുകളും പ്രചരിപ്പിച്ചിട്ടുള്ള ആളുകൾ മരിച്ചുപോയി എന്നുള്ള നിലയ്ക്ക് അവരെക്കുറിച്ച് സമൂഹത്തിന് ബോധവൽക്കരണം കൊടുക്കേണ്ടി വന്നാൽ ബോധവൽക്കരണം കൊടുക്കുന്നതിന് ഇത് തടസ്സമല്ല. മരിച്ചുപോയവരെ കുറിച്ച് നിങ്ങൾ ദുഷിച്ചു പറയരുത് എന്നുള്ളതും അതുമായിട്ട് വൈരുദ്ധ്യം വരുന്നില്ല. ഇങ്ങനെയുള്ള ശർഈയായ മസ്ലഹത്തുകൾ, നന്മകളുണ്ടെങ്കിലല്ലാതെ മരിച്ചുപോയ ആരെക്കുറിച്ചും നമ്മൾ എന്ത് പറയാൻ പാടില്ല. അതാണിപ്പോൾ ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അത് വിശദ വിവരങ്ങളിൽ ആയത്തും ഹദീസുകളൊക്കെ ആയിട്ട് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഒരൊറ്റ ആ വിഷയത്തിൽ നേരെയുള്ള ഒരു നിർദ്ദേശം വരുന്ന ഒരൊറ്റ ഹദീസാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ അധ്യായത്തിൽ ചേർത്തിട്ടുള്ളത്. അത് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് ഉദ്ധരിക്കുന്നത്. വഅന്ന ആയിഷത റളിയല്ലാഹു അൻഹാ ഖാലത്ത് قال رسول الله صلى الله عليه وسلم لا تسبوا الأموات فإنهم قد أفضوا إلى ما قدموا رواه البخاري. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ പറയാണ്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, എന്ത്? ലാ തസുബ്ബൂ, നിങ്ങൾ ചീത്ത പറയരുത്, നിങ്ങൾ ചീത്ത വിളിക്കരുത്. അൽ അംവാത, മരണപ്പെട്ടവരെ ചീത്ത വിളിക്കരുത്. അപ്പം അത് ആരായിരുന്നാലും, ആരെക്കുറിച്ചായിരുന്നാലും, അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ, മരിച്ചുപോയവരെ കുറിച്ച് അങ്ങനെ ചീത്ത പറയാൻ പാടില്ല. പ്രത്യേകിച്ച് മുസ്ലിം അത് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട കാര്യമാണത്. മുസ്ലിമീങ്ങളായ ആളുകളെയും അല്ലാത്ത ആളുകളാവട്ടെ സമൂഹത്തിന് മുന്നറിയിപ്പ് കൊടുക്കേണ്ടെന്ന ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. അതല്ലാത്ത നിലയ്ക്ക് അവരവരുടെ വഴിയിൽ പോയി ഇനിയിപ്പോൾ അവരെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം?
എന്ന് വെക്കലാണ് വേണ്ടത്. അവരുടെ കാലം കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താ നമ്മൾ പറയണത്? അതേ അവസരത്തിൽ കാലം കഴിഞ്ഞാലും ഇവിടെ അവരുണ്ടാക്കിയ ഫിത്നകൾ നിലക്കുന്ന അതിനനുയായികളുണ്ട്, അത് ന്യായീകരിക്കുന്നവരുണ്ടെങ്കിൽ പറയേണ്ടി വരും. അതാണ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ ഒരു വ്യത്യാസം നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഈ അളവുകോല് കൊണ്ട്, ഈ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ കൺഫ്യൂഷനുകളൊന്നും ഉണ്ടാവില്ല. അതിനാണ് അല്പം വ്യക്തമായി തന്നെ ഈ കാര്യം നേരത്തെ ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞില്ലേ, നിങ്ങൾ മരണപ്പെട്ടവരെ നിങ്ങൾ ചീത്ത പറയരുത്. എന്താ കാരണം പറഞ്ഞതെന്താ? ഫഇന്നഹും, തീർച്ചയായും അവർ, ഖദ് അഫ്ളൗ, അവർ ചെന്ന് ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അഫ്ളാ യുഫ്ളി, അവർ ചെന്ന് ചേർന്നിരിക്കുന്നു. ഇലാ മാ ഖദ്ദമു, അവർ മുൻകൂട്ടി ചെയ്തത് എന്തൊക്കെയാണോ അതിലേക്ക് അവർ ചെന്ന് ചേർന്നിരിക്കുന്നു. ഖൈറാണെങ്കിലും ഷെറാണെങ്കിലും. ഇനി നമ്മളെന്തിനാ അവരെക്കുറിച്ച് ഷെറ്, ഇനി അവരെക്കുറിച്ച് എന്തിനാ പറയുന്നത്? ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ പറയുന്നുള്ളതല്ലാതെ ഇനി അവരെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ അവരുടെ കാര്യം കഴിഞ്ഞു, അവർ ചെയ്ത നന്മകളിലേക്ക് ചേർന്നു. നന്മകളാണെങ്കിൽ നന്മകളിലേക്ക് ചേർന്നു. തിന്മ ചെയ്തവരാണോ തിന്മയിലേക്ക് അവർ ചേർന്ന് കഴിഞ്ഞു. അതേ അവസരത്തിൽ മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മരിച്ചാലും അവർ മരണപ്പെട്ട് കഴിഞ്ഞാലും അവരുടെ അക്കൗണ്ടിലേക്ക് നന്മകളായി വീണ്ടും ചെല്ലുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതവരുടെ മരണത്തോടുകൂടെ തീരുന്നില്ല. സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മരിച്ചു കഴിഞ്ഞാലും അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർ പ്രവർത്തിച്ച് അവർ ബന്ധപ്പെട്ടു എന്നുള്ളതിൻ്റെ കാരണത്താൽ മരണാനന്തരവും അവരുടെ നന്മകളുടെ റെക്കോർഡിലേക്ക് ഇങ്ങനെ കറന്റ് അക്കൗണ്ടായിട്ട് ചെന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്ത്? വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, പ്രാർത്ഥിക്കുന്ന, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ ഒരു സന്താനം. കാരണം അങ്ങനെ ഒരു സാലിഹായ സന്താനം ഉണ്ടാകുവാൻ മാതാപിതാക്കൾക്ക് പങ്കുണ്ട്. ആ നിലക്ക് അവരുടെ മരണാനന്തരം ഈ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അത് അവരുടെ നന്മകളുടെ അക്കൗണ്ടിലേക്ക് വരും. അതേപോലെ തന്നെ ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരം സിദ്ധിക്കുന്ന അറിവ്, തൻ്റെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു, ഇഖ്ലാസോടുകൂടി അവരതനുസരിച്ച് പ്രവർത്തിച്ചു. താൻ മരിച്ചു പോയാലും തൻ്റെ അക്കൗണ്ട് ക്ലോസ് ആവാതെ അവരുടെ നന്മകളുടെ പുണ്യം തന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാനത് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളത് കാരണത്താൽ. അതേപോലെ തന്നെ തൻ്റെ ജീവിതകാലത്ത് ഞാൻ ചെയ്തിട്ടുള്ള സ്വതക്കകൾ, ജാരിയായ സ്വതക്കകൾ, ആ സ്വതക്കകൾ പിന്നീടും തൻ്റെ മരണാനന്തരവും ആ സ്വതക്കയുടെ അനുഭവങ്ങൾ അതിൻ്റെ ഫലങ്ങൾ പിൽക്കാലക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ആളുകൾ അനുഭവിക്കുമ്പോൾ ആ ഒരു പ്രത്യേകമായ നന്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്തൊരു സ്വതക്ക, അതുകൊണ്ട് പുണ്യം അവിടെ നിന്നില്ല. ത്രകാലം അതിൻ്റേതായ വഖഫ്, ആ സദഖ, ആ പുണ്യം തൻ്റെ മരണശേഷവും തനിക്ക് തൻ്റെ ഹസനാത്തുകളുടെ പട്ടികയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാത്ത കാര്യങ്ങളിലൊക്കെ ഏകദേശം മറ്റുള്ളതൊക്കെ എന്താണ്, ഓരോരുത്തരും അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് പോയി. അപ്പോൾ ഇവിടെ മരിച്ചുപോയവരെ കുറിച്ച് നമ്മൾ അവർ ചെയ്തു, അവരുടേതായ പ്രവർത്തനങ്ങളിലേക്ക് അവർ പോയി. ഇനി അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് നമ്മുടേതായ പ്രത്യേകമായ കുറ്റങ്ങൾ ഏറ്റുവാങ്ങേണ്ടി ഒരവസ്ഥ ഉണ്ടാകരുത് എന്നാണ് ഇവിടെ ഗൗരവത്തോടുകൂടെ പറഞ്ഞിട്ടുള്ളത്. അനാവശ്യമായ സംസാരങ്ങളിൽ ഇങ്ങനെ ഏർപ്പെടുക എന്നുള്ളത് തന്നെയല്ലല്ലോ. അതല്ലേ ഇബാദുർ റഹ്മാനിനെ കുറിച്ച്, റഹ്മാനായ അള്ളാഹുവിൻ്റെ ദാസന്മാരെക്കുറിച്ച് ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിടത്തെന്താ പറഞ്ഞത്? അവർ അനാവശ്യമായ കാര്യങ്ങളിലൂടെ നടന്നു പോവുകയാണെങ്കിൽ ഇതാ മർറൂ ബിൽ ലഗ്വി മർറൂ കിറാമ, ഒരു മാന്യന്മാരായിട്ട് കടന്നു പോകും, തനിക്ക് ആവശ്യമില്ലാത്തതിൽ ഇടപെടൂല. നമ്മളെന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇടപെടുന്നുണ്ടെങ്കിൽ, വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ഫായിദ വേണം. ഫായിദ അല്ലാതെ വെറുതെ ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ വെറുതെ അപരാധവും പറഞ്ഞ് അത് ജീവിച്ചവരാണെങ്കിലും മരിച്ചവനാണെങ്കിലും ആ രൂപത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതെ നമ്മുടെ നാവിനെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ചുരുക്കത്തിൽ സഹോദരങ്ങളെ, ഇതൊക്കെ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ലോണം ആലോചിക്കേണ്ടതും പഠിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും ചിന്തിക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയിട്ടുള്ളത്. നീ കേട്ട ഈ ഹദീസുകളൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നാം അതിൻ്റെ ഗൗരവം വളരെ കാര്യമായി തന്നെ എടുത്ത് അപാകതകൾ വന്നുപോയെങ്കിൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ സജീവമായ ശ്രദ്ധ നിലനിർത്തുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാവിധി ഇസ്ലാമികമായ നിയമങ്ങളെ അനുധാവനം ചെയ്യുന്ന
ഇത്തിബാഴ് ചെയ്യുന്ന, ഫോളോ ചെയ്യുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അപാകതകളും കുറ്റങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. നരകമോചനം നൽകപ്പെടുന്നവരിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.